രാഹുൽ ദ റിയൽ പൊളിറ്റിക്കൽ ഹീറോ. കേരള രാഷ്ട്രീയത്തിൽ എത്രയോ നേതാക്കന്മാരുണ്ട്, 140 MLA-മാരുണ്ട്. ഈ 139 MLA-മാരും എന്ത് ചെയ്യുന്നെന്ന് ആർക്കും അറിയേണ്ട. അവർ സംസാരിക്കുന്നത് വാർത്തയാകുന്നില്ല, അവരുടെ പ്രവർത്തികൾ വാർത്തയാകുന്നില്ല. അതേസമയം പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന ആ യുവനേതാവ് എന്ത് ചെയ്താലും അത് വാർത്തയാകുന്നു, ഒരു ഹെഡ്ലൈൻ ഹിറ്ററാകുന്നു. എത്ര വലിയ വിവാദങ്ങൾ വന്നാലും കേരള ജനതയെ ഞെടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ വിവാദങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതുക്കും മേലെ രാഹുലുമായി ബന്ധപ്പെട്ട ഒരു പ്രണയമോ അതല്ലെങ്കിൽ സല്ലാപമോ വാട്സാപ്പ് ചാറ്റോ പോലും വലിയ വാർത്തകളും വിവാദങ്ങളും, ബാക്കി എല്ലാ വിവാദങ്ങളെയും മൂടിക്കൊണ്ട് അതുക്കും മേൽ പോകുന്ന തരത്തിലേക്കുള്ള രാഹുലിൻ്റെ സ്വകാര്യ സംഭാഷണങ്ങൾ പോലും വലിയ വാർത്തകളും വിവാദങ്ങളും ആകുന്നത് എന്തുകൊണ്ട്? രാഹുലിനെ ഭയക്കുന്നത് ആരൊക്കെയാണ്? സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനെ ഭയക്കുന്നത് എതിർചേരിയുള്ളവരാണ്. എന്നാൽ രാഹുലിൻ്റെ കാര്യം വരുമ്പോൾ രാഹുലിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ദ റിയൽ പൊളിറ്റിക്കൽ ഹീറോ. ശരിക്കും രാഹുൽ ഒരു ഹീറോ തന്നെയല്ലേ? ഒരു സംശയം വേണ്ട. രാഹുലാണ് പൊളിറ്റിക്കൽ ഹീറോ കേരളത്തിലെ. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷമായിക്കോട്ടെ, വലതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് പക്ഷമായിക്കോട്ടെ, അവരുടെ ഇടയിൽ ഇന്ന് പൊളിറ്റിക്കൽ ഹീറോ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ. ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ആരാണ് ഭയപ്പെടുന്നതെന്നൊരു ചോദ്യമുണ്ട്. വളരെ കൃത്യമായിട്ട് പറയാം, ആരാ ഭയപ്പെടുന്നത്? സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ഭയപ്പെടുന്നത്. അതിൽ ഒന്നാം സ്ഥാനം VD സതീശൻ. അതുകൊണ്ടാണല്ലോ ഇന്ന് അവിടെ പോയിട്ട് വാർത്താ സമ്മേളനം കാര്യങ്ങളൊക്കെ നടത്തിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഹീറോ ആയി മാറിയെന്ന് മാത്രമല്ല, പാലക്കാടിന്റെ ഭരണം തിരിച്ചു പിടിക്കാൻ പോകുന്ന അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വെല്ലുവിളി നടത്തിയിട്ടാണ് ഈ വിഷയങ്ങൾ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചുള്ള വാട്സപ്പ് ചാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും അവൻ്റെ ജോലിയായി മുന്നോട്ട് നടക്കായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് നടക്കായിരുന്നു. അവിടെ ഓരോ വീടുകൾ കയറി, ഓരോ സ്ഥലങ്ങളിലും ചെന്ന് വീടുകൾ കയറി അമ്മമാരെ കണ്ട്, സഹോദരിമാരെ കണ്ട്, യുവാക്കളെ കണ്ട്, ചെറുപ്പക്കാരെ കണ്ട് അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത്, സെൽഫി എടുത്ത്, അവരുടെ കൂടപ്പിറപ്പായിട്ട് നടന്ന് ജനമനസ് കീഴടക്കിക്കൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടു. ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെ എത്ര MLA-മാർ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്, എത്ര MLA-മാർ ഭവന സന്ദർശനത്തിന് പോയിട്ടുണ്ട്, എത്ര പേര് തോളോട് തോൾ ചേർന്ന് തങ്ങളുടെ താഴെത്തട്ടുള്ള പ്രവർത്തകരോടൊപ്പം രാത്രിയും പകലുമെന്നില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. ഇദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും മാറ്റി നിർത്തി ഇതുപോലെ ഒറ്റപ്പെടുത്തി ശോഭകേട് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുവാൻ ആരുമില്ലാതിരിക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അപ്രകാരം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി പണിയുന്ന ഈ രാഹുലിനെ വീണ്ടും വീണ്ടും ചേസ് ചെയ്ത് ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെ ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് രാഹുൽ എന്ന ആ യുവനേതാവിനെ പലരും ഭയപ്പെടുന്നു. തീർച്ചയായിട്ടും. കാരണം അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സ്വന്തം പാർട്ടിക്കാരാണെന്നേ. കാരണം രാഹുൽ മാങ്കൂട്ടം, ഞാൻ പറഞ്ഞു നിർത്തിയത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ച് പിടിച്ചു കഴിഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റി അടുത്ത ഭരണം കോൺഗ്രസിനാണെന്ന് ഉറപ്പിച്ചു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിവരയിട്ട് പറഞ്ഞു. അതുപോലെ 3 പഞ്ചായത്ത് ഉറപ്പിച്ച്, 2 പഞ്ചായത്ത് പുതിയതും പിടിക്കുന്നത്, 5 പഞ്ചായത്ത് പിടിക്കുന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു രാഹുൽ. അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ആ പത്രിക തള്ളിയപ്പോൾ മുനിസിപ്പാലിറ്റി പത്രിക തള്ളിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഏതോ കുറച്ച് അണികൾ ചെന്നിട്ട് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു. ആ പ്രസംഗം അവിടെ നിർത്തി നേരെ അവിടെ വന്ന് ആ ഇലക്ഷൻ കമ്മീഷൻ ആളോട് സംസാരിച്ച് അവർ നിയമപരമായ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്ത് BJPക്കാരുടെ ശക്തമായ എതിർപ്പുണ്ടായിട്ടും BJPയുടെ കൊത്തളമായ ആ വാർഡ് കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ BJPക്കാർ ഈ പത്രിക തള്ളാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു വക്കീലിനെ പോലെ അവിടെ നിന്ന് വാദിച്ച് നിയമങ്ങൾ പറഞ്ഞ് കൃത്യമായി അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞ് ആ പത്രിക സ്വീകരിക്കേണ്ട സ്ഥിതി അവിടെ വന്നു. അത് വലിയ വാർത്തയുമായി ചർച്ചയായി. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള അവരുടെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ, അതായത് മറ്റു മണ്ഡലത്തിലുള്ളവർ സെക്കൻഡ് ചെയ്തു എന്നും പറഞ്ഞ ആ കാരണത്താൽ അവരുടെ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ്റെ പത്രിക തള്ളിപ്പോയി.
അതുപോലെ തന്നെ അവിടെ എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നു. ആ ഒരു സ്ഥലത്ത് പോലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഇത്രയും ആർജവത്തോടെ താങ്കൾ പറഞ്ഞതുപോലെ ഇന്ന സീറ്റുകൾ ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന് ആർജവത്തോടെ ഇവിടെ എത്ര നേതാക്കന്മാർക്ക് പറയുവാൻ പറ്റും? ഓർക്കുക, പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കി പുകമറ സൃഷ്ടിച്ച് ആ ഒരു നേതാവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ പോലും ഇപ്രകാരം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നും വിജയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും വി ഡി സതീശനായിക്കോട്ടെ, BJP നേതൃത്വമായിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇത്രയും വിവാദങ്ങൾ കത്തിച്ചു വിട്ട അപ്രകാരം ഒരു MLA മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു മിന്നും വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരാരും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതോടുകൂടി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ സമയം തുടങ്ങിയാണ്. ഇത് ഭയക്കുന്നവരാണ് സംഘം ചേർന്ന് രാഹുലിനെ ഒരു പൊതുശത്രുവായി പ്രഖ്യാപിച്ച് ഇത് നമുക്ക് വോളിബോളിന് ഇപ്പോൾ പാസ് ഇട്ട് കൊടുക്കുന്ന പോലെ കറക്റ്റ് സ്മാഷ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കേക്കച്ചൻ പതുക്കെ ഒരു പഴയ അശരീരി പൊക്കിയിട്ട് കൊടുത്തു. അത് ഇവന്മാർ ചേർന്ന് അടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 3 പാർട്ടികളും രാഹുലിനെ ഭയപ്പെടുന്നു. രാഹുൽ എന്ന ആ ചെറുപ്പക്കാരൻ, അവൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, നാളെ അവൻ ഏത് ഡയറക്ഷനിലേക്കാണ് വരുന്നത് എന്ന് കൃത്യമായിട്ടും ഇവന്മാർക്കറിയാം. അന്നേരം അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് മറ്റേ പഴയ സിനിമയ്ക്കകത്ത് ആ പറഞ്ഞ ക്ലിപ്പ് പോലെ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരന്മാരെ ഈ അപവാദം പറഞ്ഞ് നശിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർ പയറ്റി തെളിഞ്ഞ് റിസൾട്ട് കിട്ടിയേക്കുന്ന ഏക സാധനം പെണ്ണുകേസിൽ കൊടുക്കുക. ഒരു കൊലപാതകയാണെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ ക്ഷമിക്കും. പക്ഷേ ഒരു പെണ്ണുകേസിൽ കൊടുക്കിക്കഴിഞ്ഞാൽ അവൻ നാറി സ്വയം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന് കരുതി തന്നെയാണ് രാഹുലിനെതിരെ ഇപ്രകാരം അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളെല്ലാം ഈ പ്രായം കഴിഞ്ഞ് വന്ന ആളുകളാണ്. ഒരു സ്ത്രീ പുരുഷ സൗഹൃദത്തിൽ അതിന് പല ഏറ്റക്കുറച്ചിലുകളും പല എക്സ്റ്റൻറ്റിലും അത് പോവാം. അന്നേരം അപ്രകാരമുള്ള എന്തൊക്കെ ഒരു ഇൻറ്റിമസി ഉള്ള സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തും, എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും, ഇതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. അന്നേരം ഇത്തരം ഒരു വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്രകാരം ഒരു ബന്ധങ്ങൾക്ക്, അതായത് കൃത്യമായിട്ടും പ്രായപൂർത്തിയായ ഒരു യുവതിയെ സംബന്ധിച്ചോളം ഇത് ചെയ്യുന്നത് ഏത് എക്സ്റ്റൻറ്റ് വരെ പോകാമെന്ന് ഒരു ആത്മസംയമനം പാലിക്കേണ്ടത് അവർ തന്നെയാണ്. ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും അപ്രകാരം ഒരു കാര്യങ്ങൾക്ക് ആര് നിർബന്ധിച്ചാൽ പോലും അതിൻ്റെ തിക്തഫലം ഏൽക്കേണ്ടെന്ന് വരുന്നത് താനാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു ഇള്ളാപ്പുള്ള കുഞ്ഞൊന്നുമല്ലല്ലോ. അന്നേരം അതിനുള്ള മുൻകരുതൽ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഇപ്പോൾ ഒരു വ്യക്തി തന്നെ പറയുക, ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നു, ഏതെങ്കിലും ഒരു അവിഹിത ബന്ധത്തിൽ പോകുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പറയുമോ നീ ഗർഭിണിയാകാൻ തയ്യാറായി ഇരുന്നു കൊള്ളണം, കുഞ്ഞാകാൻ തയ്യാറായി ഇരുന്നു കൊള്ളണം എന്ന് ഇപ്പോൾ അവിഹിതമോ ഹിതമോ ഏത് ബന്ധമായിക്കോട്ടെ ആരെങ്കിലും പറയുമോ? അന്നേരം ഇതൊക്കെ എന്ന് പറയുന്നത് ആരോടാണ് ഇത്തരം കഥകൾ പറയുന്നത്? അതെല്ലാം ഇവിടെ ചിലവാകുന്നുണ്ടല്ലോ, അതൊക്കെ വലിയ ചൂടപ്പം പോലെ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തരം ഈ അവിഹിത കഥകൾ പടച്ചുവിട്ട് ഈ രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇയാൾ റിയൽ ഒരു ഹീറോ തന്നെയാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ രാഹുലിൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കുക. രാഹുലിനെ ആരും കെട്ടിയിറക്കിയ ഒരാളല്ല, അല്ലല്ലോ. രാഹുലിനെ ആർക്ക് ഒരു തലത്തൊട്ടൊപ്പം വന്ന് ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് ഇറക്കിയതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടേണ്ട കാലത്ത് നന്നായിട്ട് പഠിച്ചു. ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം ഡൽഹിയിൽ നിന്നും അദ്ദേഹം കരസ്ഥമാക്കി. ജോലിയും കോലിയില്ലാതെ തോറ്റ് 8-10 കൊല്ലം കടന്ന് രാഷ്ട്രീയം കളിച്ച് കയറി വന്നവനല്ല. കൃത്യമായ ബോധവും വിവരവും പരിജ്ഞാനവും എഡ്യൂക്കേഷനുമുള്ള ഒരു യുവ നേതാവ്. അപ്രകാരം ഒരു യുവ നേതാവ് വന്ന് ഓരോ പാർട്ടിയുടെ ഘടകങ്ങളോട് പ്രവർത്തിച്ച് തൻ്റെ മെറ്റലിൽ പ്രൂവ് ചെയ്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ഒരു നേതാവാണ്. അപ്രകാരം ഒരു നേതാവ് അദ്ദേഹം ആ ഒരു ഏറ്റവും സേഫ് സോൺ നോക്കിയോ സീറോ റിസ്ക് ഗെയിമോ അല്ല കളിച്ചത്. അദ്ദേഹം സമരങ്ങളിൽ മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം ഇറങ്ങി. അതുപോലെ അദ്ദേഹം പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഏറ്റു, ജയിലിൽ പോയി. ഇപ്രകാരം എല്ലാം ചെയ്ത് ആ ചത്തുകിടന്ന പ്രസ്ഥാനത്തിനൊരു ജീവൻ നൽകിയ ഒരു യുവ നേതാവാണ്. അന്നേരം അപ്രകാരം ഒരു യുവ നേതാവിനെ പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ശത്രുവിന് പോലും ആ സമയത്ത് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഈ പറയുന്ന വി ഡി സതീശൻ തന്നെ ഇദ്ദേഹത്തെ ഉപയോഗിച്ചുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സമയത്ത് ഒരു വിജയം കരസ്ഥം, അതായത് ഇയാൾക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത, വിജയം സമ്മാനിച്ച ആ രാഹുലിനെയാണ് ഇത്രയും ശോഭകേട് ചെയ്യുവാൻ കൂട്ടുന്നതെന്ന്
അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഈ രാഹുലിനോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നത്? ഇതിലേ വേറെ രസം എന്ന് പറയുന്നത്, താങ്കൾ മുന്നേ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിയൽ ഹീറോ, അത് പൊളിറ്റിക്കൽ ഹീറോ, ഒരു സംശയമില്ല കാര്യത്തിൽ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചെടുത്തു. സുരേഷ് ഗോപി പറഞ്ഞ പോലെ എടുക്കുമെന്നല്ല, എടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു തർക്കമില്ല. അതിൽ പേടി എന്ന് പറയുന്നത് ഒരുപാട് BJPക്കും CPM-നും കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്കും നല്ല പേടിയുണ്ട്. കാരണം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയുണ്ട്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ക്രെഡിറ്റ് സ്വന്തമായിട്ട് എടുക്കണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് 4 വർത്താനൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ച് അവിടുന്ന് കേക്കച്ചൻ ഓടി ചെന്ന് കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തി വികസന പരമ്പരകൾ നിരത്തി ചെയ്തിട്ട് അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഒരു മുൻകൂർ ജാമ്യം, ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യം ഞാൻ അവിടെ ചെന്നത് തരണം ചെയ്തു എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുമ്പിലും KPCC മുമ്പിലും ഞാനാണ് അവിടെ ജയിച്ച്. അത് എല്ലാ സമയത്തും അങ്ങനെയാണ്. രാഹുല് പ്രതിസന്ധിയിലാക്കിയ സമയത്ത് ഞാൻ ചെന്നത് പാച്ചപ്പ് ചെയ്ത് പരിഹരിച്ച് എന്റെ പത്രസമ്മേളനം നടത്തിയത് കൊണ്ടാണ് എന്നൊരു ക്ലെയിമിന് വേണ്ടി ഒരു പണി. എല്ലാ ഉപതെരഞ്ഞെടുപ്പും നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ ഉമാ തോമസിന്റെ ഉപതെരഞ്ഞെടുപ്പായാലും ഷൗക്കത്തിന് ഉപതെരഞ്ഞെടുപ്പായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഉപതെരഞ്ഞെടുപ്പ്, ചാണ്ടി ഉമ്മന് ഇതൊക്കെ നമ്മൾ കണ്ട പണിയെടുത്ത ആൺകുട്ടികളാണ്, അവിടെ അസലായിട്ട് പണിയെടുത്ത യുവാക്കളാണ്. ആ യുവാക്കളെല്ലാം മറികടന്ന് അവിടെ ചെന്ന് 4 പത്രസമ്മേളനം എടുത്ത് 4 ഡയലോഗ് അടിച്ച് മറ്റേ ചാനലിൽ ചെന്ന് 4 വർത്താനം പറഞ്ഞ് ഞാനാണ് ഹീറോ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതും പാലക്കാടും ജയമുറപ്പിച്ചപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഇരിക്കപ്പെടുത്തിയില്ല. അത് രാഹുൽ മാങ്കൂട്ടം സ്വന്തം ക്രെഡിറ്റായി മാറി. പക്ഷെ എന്തൊക്കെ കാണിച്ചാൽ ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ CPM-മാർ രാഹുൽ മാങ്കൂട്ടം ഭയപ്പെടുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, BJP-കാർ മനസ്സിലാക്കാൻ പറ്റും. ഈ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടം ഭയപ്പെടുന്നത് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിലവിൽ ഒരു KPCC ഭാരവാഹിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയോ ഒന്നുമല്ല, ഒരു പ്രാഥമിക അംഗത്വം പോലുമില്ല. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ പുലിയല്ല, പിടിച്ചതിനേക്കാൾ വലുതാണ് ആൾ. അന്നേരം ഈ നമ്മുടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പദവികൾ എന്ന് പറഞ്ഞാൽ ഈ ചാർത്തി കൊടുക്കുന്ന പദവികളൊന്നും ഒരു ലീഡർഷിപ്പിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പദവികളോ ചാർത്തി കൊടുക്കുന്ന പദവികളോ ഒന്നുമല്ല. ഒന്ന് നോക്കുക, ഒരു മനുഷ്യമുഖം, ഒരു സൗമ്യമുഖം, കൃത്യമായിട്ട് സാധാരണക്കാരൊരു ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താ, നന്നായി ജനങ്ങളോട് ഇടപെടുവാനുള്ള ആ ഒരു കഴിവ്, ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി സൗമ്യമായി അവരോട് പെരുമാറാനുള്ള കഴിവ്, കൃത്യമായ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനുള്ള കഴിവ്, നല്ല വിദ്യാഭ്യാസവും അറിവും ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കുവാനും കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി. അതുപോലെ തന്നെ എത്ര ടർബുലൻസിൽ നിൽക്കുമ്പോഴും എത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ വയലൻ്റ് ആക്കാനും ശ്രമിക്കുമ്പോഴും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് പോകാതെ വളരെ തന്മയത്വത്തോടുകൂടി ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആരെയും മുഷിപ്പിക്കാതെ, അതായത് കൊല്ലണം എന്നുള്ള ദേഷ്യം, അതായത് നമ്മുടെയൊക്കെ സ്ഥാനത്താണെങ്കിൽ അപ്രകാരം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മറുപടി പറയുന്നത് നമുക്ക് പോലും പറയാൻ പറ്റുന്നത്. അന്നേരം അത്രയും ഇയാളെ കടന്ന് ആക്രമിക്കുന്ന സമയത്ത് പോലും ആ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി വളരെ തന്മയത്വത്തോടുകൂടി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആ മറുപടി പറയുവാനുള്ള ആ കഴിവ്, ഇത്രയും ആരോപണങ്ങൾ വരുമ്പോഴും തളരാതെ ശുഭാപ്തി വിശ്വാസത്തോടെ തൻ്റെ അണികളെ ചേർത്ത് നിർത്തി അയാൾ ഒറ്റയ്ക്ക് പോയി എവിടെങ്കിലും പോയി ഈ കേക്കച്ചം ചെയ്യുന്ന പോലെ എന്തെങ്കിലും സൂത്രപ്പണി ചെയ്യുകയല്ല. ആ കഴിവിന്റെ കാര്യം പറഞ്ഞില്ലേ, കഴിവ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കാണിച്ചു കൊടുത്തു ആ തെരഞ്ഞെടുപ്പിന്റെ അപ്പോ. രണ്ടാമത് അവന്റെ കഴിവ് എന്താണെന്ന് അറിയാം, അവന്റെ കഴിവും പ്രാപ്തി എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചില്ലെന്നാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ്, വെറുതെ ഇറങ്ങി ചെല്ലല്ല. ജനങ്ങളുടെ ഒരാൾക്ക് ഒരു സ്ഥലത്ത് 1-2 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി, ആ പദ്ധതി 3 ലക്ഷം കഴിഞ്ഞാൽ 5 ലക്ഷം കഴിഞ്ഞാൽ നടക്കുള്ളൂ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, ഇനി 3 അല്ല 5 ആയി നമ്മൾ നടപ്പിലാക്കും, ഒരു സംശയവും വേണ്ട. അവന്റെ പ്രത്യേകത പറയാൻ കാരണം, അവന്റെ കഴിവെന്ന് പറയാൻ കാരണം, അവന്റെ ആ കഴിവ് തന്നെയാണ് പ്രവീണ ശശിധരൻ അവന്റെ വേദിയിൽ വന്നിരുന്നത്, അല്ലാതെ പറയാൻ പറ്റുമോ? മറ്റൊരു വനിത, അവന്റെ കഴിവ് തന്നെയാണ് അവിടെ കൊണ്ടിരുത്തിയത്. അതുപോലെ 10 വീടുകൾ ഇപ്പോൾ നോക്കുക, നടികളടക്കം, അതായത് ആ പരിപാടികളിൽ പങ്കെടുത്ത് 10 വീടുകളാണ് ഈ കുറഞ്ഞ സമയത്ത്, അതായത് ഈ പ്രതിസന്ധിയുടെ പരമകോടിയിൽ നിൽക്കുന്ന സമയത്താണ് 10 വീടുകൾക്കുള്ള ഫണ്ട് കണ്ടെത്തി അത് നിർമ്മിച്ചു നൽകുവാനുള്ള പദ്ധതികൾ നടപ്പാക്കിയതും അതിന് സെലിബ്രിറ്റികളടക്കമുള്ളവരെ കൊണ്ട് പങ്കെടുപ്പിച്ചതും ഒക്കെ. അങ്ങനെ വാർത്തയിൽ നിറഞ്ഞ് നിൽക്കുന്നവൻ ആണ് യഥാർത്ഥ ഹീറോ. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പറയുന്നത്, രാഹുൽ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ഒരു പൊളിറ്റിക്കൽ ഹീറോ. എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച്, എന്തൊക്കെ വൃത്തികെട്ട ആരോപണങ്ങളും കള്ളക്കഥകളും ലൈംഗികാപവാദങ്ങളും ചാർത്തി ഈ രാഹുലിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം രാഹുലിൻ്റെ ശോഭയേറുന്നു, മാറ്റുകൂടുന്നു. കാരണം അയാൾ റിയലി ഒരു പൊളിറ്റിക്കൽ ഹീറോ ആണ്.
അതുകൊണ്ടാണ് രാഹുലിനെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾക്ക് തകർക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കുക. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കഴിവ് താങ്കൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ. ഇതുപോലെ കഴിവുള്ള ആരാണെന്ന് 10 വീട് മാത്രമല്ല, ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ കൃത്യമായ അജണ്ടയും മുന്നിൽ വെച്ച് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ലക്ഷ്യം പാലക്കാട് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ MLA ആവാൻ ലക്ഷ്യം തീർന്നു, പാലക്കാട് പിടിക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അത് അവനും ഹീറോ ആവാൻ വേണ്ടിയിട്ടൊന്നല്ല. അവനെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. സ്വന്തമായിട്ട് ഹീറോ ഓട്ടോമാറ്റിക്കായി പോകുന്നതാണ്. അവൻ ഹീറോ ആവാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഹീറോ ആവുന്ന അവൻ്റെ കഴിവിൻ്റെ ഏറ്റവും വലിയ തെളിവല്ല ഞാൻ പറഞ്ഞു. ഈ BJP 2 വനിതാ നേതാക്കന്മാർ അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വന്നതും രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന വേദിയിൽ വന്നിരുന്നതും പ്രശാന്ത് ശിവൻ മിണ്ടാണ്ട് ഓടിപ്പോയതും നമ്മൾ കണ്ടതല്ലേ. അത് തൊട്ട് പ്രശാന്ത് ശിവനും ഈ പ്രവീണ ശശിധരനും തമ്മിൽ ഉടക്കാണ്. ഇതും രാഹുൽ മാങ്കൂട്ടത്ത് മുതലാക്കി. അതിലെല്ലാം ഉപരി ഓർക്കുക, 3 പാർട്ടിയും സ്വന്തം പാർട്ടിയുമായിട്ട് പടവെട്ടുന്നു. എന്ത് നിലനിൽപ്പിന് വേണ്ടി ഭരണപക്ഷവുമായി പടവെട്ടുന്നു, അതുപോലെ BJPയുമായി പടവെട്ടുന്നു. ഇവരെയെല്ലാം ഒറ്റയാളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ആരോപണ ശരങ്ങളെ എല്ലാം ഫേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഓടി രക്ഷപ്പെടാതെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് പ്രവൃത്തിയിലൂടെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ആ പാലക്കാട്ട് നിറഞ്ഞു നിൽക്കുന്ന രാഹുലാണ് യഥാർത്ഥ കേരളത്തിലെ പൊളിറ്റിക്കൽ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.